സാറേ, കേരള ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് ഒരു സീറ്റ് തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തു കഴിഞ്ഞു. സുരേഷ് ഗോപി അവിടെ 50,000 ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വോട്ടിന്റെ ലീഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ TN പ്രതാപൻ 93,000 വോട്ടിന് ജയിച്ച മണ്ഡലം എപ്പോഴും തൃശ്ശൂർ പ്രവചനാതീതമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത്തവണ സുരേഷ് ഗോപിയെ അവിടെ ജയിക്കാതിരിക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കി. സുരേഷ് ഗോപിയെ ആരാണ് അവിടെ ജയിപ്പിച്ചത്? സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊരു വാക്ക്, ഒരു സബ്ജക്റ്റ് ഉണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ചില വിശകലനങ്ങൾ ആവശ്യമാണ്. നമ്മുടെ ആവേശം കൊണ്ടിട്ട് കാര്യമില്ല. എന്തൊക്കെ ഘടകങ്ങളാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ NDA ചെറിയ ഒരു ബാക്ക് ഫുട്ടിലാണ് ഓൾ ഇന്ത്യ ഇലക്ഷനിൽ നിൽക്കുന്നത്, വിജയിക്കും. പക്ഷേ കേരളത്തിലെ ഡെമോഗ്രാഫി മാറിയിരിക്കുന്നു എന്നുള്ളതിനുള്ള തെളിവാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഭൂരിപക്ഷത്തെക്കാട്ടിയും ശക്തമായ ന്യൂനപക്ഷമുള്ള ഒരിടത്ത് എന്ത് ഷിഫ്റ്റാണ് വന്നിരിക്കുന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. എല്ലാവരും പറഞ്ഞു മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് വോട്ട് ചെയ്യും, ഡെഫിനറ്റ്ലി അവർ വോട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഗുണം കണ്ടിട്ടുണ്ട്. പക്ഷേ ക്രിസ്ത്യാനിയുടെ സഹായമില്ലാതെ, ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഇല്ലാതെ ഈ രണ്ട് സ്ഥലത്തും NDAക്ക് മുന്നേറാനും പറ്റില്ല. ഇത് വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ക്രിസ്ത്യൻ സമൂഹം വളരെ ബുദ്ധിപൂർവമായി ഈ ഡെമോഗ്രാഫിക്സ് ഉപയോഗിച്ചിരിക്കുന്നു. UDFന് ജയിക്കാൻ പൂർണ്ണമായിട്ട് ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ UDFനോടൊപ്പവും, മറിച്ച് ഉള്ള സ്ഥലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ NDAക്കും വോട്ട് വന്നിരിക്കുന്നു. അല്ലാതെ BJPക്ക് ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ താമര വിരിയാൻ യാതൊരു ചാൻസും ഇല്ലായിരുന്നു. ക്രിസ്ത്യാനിറ്റിക്ക് NDAയോടുള്ള ഒരു അൺടച്ചബിലിറ്റി മാറി. പേടിക്കേണ്ട ഒരു കാര്യമാണ്. കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇതിന് ശേഷം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നിയമസഭാ ഇലക്ഷനിലും ഇതിന് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അതിനെക്കുറിച്ചാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. ഇപ്പോൾ എല്ലാവരും എണ്ണി തുടങ്ങിയപ്പോൾ പൊതുവെ തീരദേശ മേഖലയിൽ എണ്ണിയാൽ ഇത് സംഭവിക്കും, തൃശ്ശൂരിലെ കോസ്റ്റൽ ബെൽറ്റ് എണ്ണിയാൽ ഇത് സംഭവിക്കും. എല്ലാ സ്ഥലങ്ങളിലും പടിപടിയായിട്ട് വോട്ട് നേടിയിട്ടുണ്ട്. ഒരു ശാഖകളിലും മാറ്റമില്ല. എല്ലാ കൺസിസ്റ്റന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ലോക്സഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ 5 or 6 നിയമസഭാ മണ്ഡലങ്ങൾ വരുന്നുണ്ട്. എത്രയോ പഞ്ചായത്തും കോർപ്പറേഷനുകളും ഇതിൽ വരുന്നുണ്ട്. ഇത്തരം ഫുട്ടിങ്ങുകളിലോട്ട് ഇത് കേരള BJP ഘടകത്തിന്റെ ഒരു നേട്ടമെന്നോ UDFന്റെ നേട്ടമെന്നോ എന്ന് പറയുന്നതിലുപരി സോഷ്യൽ എഞ്ചിനീയറിംഗ് മാനേജ് ചെയ്യുന്നതിൽ ഒരു പ്രത്യേക ഇടം കണ്ടെത്തിയിരിക്കുന്നു. അത് മലയാളി ബോധവാന്മാരായിരിക്കുന്നു. അതാണ് ഇതിൻ്റെ ആകത്തുക. അതുകൊണ്ട് ഇതിലെ അമിത ആവേശത്തിന് ഏറെ UDF LDF എന്ന തടവറയിൽ നിന്ന് കേരളം വിമോചിതമായിരിക്കുന്നു എന്നുള്ളതിന് ഒരു സിഗ്നലും കൂടിയാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം. BJPക്ക് തൃശ്ശൂരിലെ സുരേഷ് ഗോപി എടുക്കുമ്പോൾ വളരെ വലിയൊരു സാധ്യത തുറന്നിരിക്കുകയാണ്. കാരണം A ക്ലാസ് മണ്ഡലം എന്ന രീതിയിൽ BJP ഉയർന്നിരിക്കുകയാണ് നിയമസഭാ തലങ്ങളിൽ. നിയമസഭയിൽ ഏകദേശം 8 നിയമസഭാ മണ്ഡലങ്ങളുള്ള തൃശ്ശൂർ മണ്ഡലത്തിലാണ്, ലോക്സഭാ മണ്ഡലത്തിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്. അതൊരു ചാൻസാണ്. രാജീവ് ചന്ദ്രശേഖരൻ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇവിടെയുള്ള മുന്നേറ്റവും ക്രിസ്ത്യാനികൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടെ നിന്നു എന്നുള്ളതിന് തെളിവാണ്. ഏറ്റവും വലിയൊരു തെളിവായിട്ട് നമ്മൾ വിലയിരുത്തപ്പെടണം. അതായത് സാറ് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് UDF ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ UDFന്റെ കൂടെയും നമ്മുടെ NDA ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ അവരുടെ ആ ഒരു എന്താ പറയുക സ്ട്രാറ്റജി പറയാതിരിക്കാൻ പറ്റില്ല. അതീവ ബുദ്ധിപരമായിട്ട് നീങ്ങിയിട്ടുണ്ട് ഇത്തവണ ഇവിടുത്തെ ക്രിസ്ത്യൻ. എന്തുകൊണ്ടായിരിക്കും ക്രിസ്ത്യാനി അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം? ഒരുപാട് ഘടകങ്ങളുണ്ട്. അവർക്ക് NDAയുമായിട്ട് പൂർണ്ണമായിട്ട് ഇഴുകിച്ചേരാനോ ഒരു അസ്പർശ്യത നേരത്തെ ഉണ്ടായിരുന്നു. മറിച്ചുള്ള ഘടകങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ സംഭവിക്കുന്നു, കേരളത്തിൽ അതിഭയങ്കരമായിട്ട് സംഭവിക്കുന്ന ഒരു തോന്നല് അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു സേഫ് റൂട്ട് എടുത്തേ പറ്റൂ. ആ സേഫ് റൂട്ടിന്റെ റിഫ്ലക്ഷനാണ് ഈ കേരളത്തിൽ ഇതുവരെയുള്ള, ഇനിയും മാറി മറിഞ്ഞേക്കാം, പക്ഷേ ഇതൊരു വല്ലാത്തൊരു ലീഡ്. പ്രീണന രാഷ്ട്രീയമാണോ ഇവിടെയുള്ള ക്രിസ്ത്യൻ വിഭാഗത്തെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിച്ചത്? മണിപ്പൂരൊക്കെ അവർ വളരെ വലിയ രീതിയിൽ ചർച്ചയാക്കിയാണ്. ഒന്നും വേശിയില്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അത് നമ്മുടെ വോട്ടർമാരെ, കേരളീയ മലയാളി വോട്ടർമാരെ ഒരു പരിധിക്ക് അപ്പുറം തീരുമാനങ്ങളിൽ എത്തിയത് കൊണ്ടാണ്, അതിന് മുകളിലാണ് കേരള വോട്ടർമാരുടെ രീതി എന്ന് വെളിവാക്കുന്നത്. ഇത് കാണേണ്ടത്, ഇതിനേക്കാളേറെ വലിയൊരു പ്രശ്നം എല്ലാവരും ചിന്തിക്കേണ്ടതാണ്.
BJPയുടെ വോട്ട് ഷെയർ എത്ര? അതെ, അത് വളരെ വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. കോട്ടയത്ത് എത്ര വോട്ട് പിടിക്കുന്നു? ഇടുക്കിയിൽ എത്ര വോട്ട് പിടിക്കുന്നു? തിരുവനന്തപുരത്ത് എത്ര വോട്ട് പിടിക്കുന്നു? കൃഷ്ണകുമാർ കൊല്ലത്ത് എത്ര വോട്ട് പിടിക്കുന്നു? കൃഷ്ണകുമാർ പാലക്കാട് എത്ര വോട്ട് പിടിക്കുന്നു? MP രമേശ് എത്ര വോട്ട് പിടിക്കുന്നു? ഇതെല്ലാം നോക്കുമ്പോൾ ഡബിൾ ഡിജിറ്റ് കടന്ന് 15 കടന്ന് 20 കടന്ന് 20 മുകളിലേക്ക് പോവുകയാണെങ്കിൽ 27% എക്സിറ്റ് പോളുകൾ പറയുന്നത് അതൊരു 20ഓ 22ഓ ഒക്കെ ആണെങ്കിൽ ഭീകരമായി ആരെയോ ഒരാളുടെ ഒരു പതനം ഇതിൽ UDF-നും ജിറ്റേഴ്സ് ഉണ്ടാക്കാവുന്നതാണ്, LDF-നും ജിറ്റേഴ്സ് ഉണ്ടാക്കാവുന്നതാണ്. ഈ ഘടന കേരളത്തിൽ മാറുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കൗതുകം കൊണ്ട് ചോദിക്കുക സാറേ, നമ്മുടെ മുരളീധരന്റെ ഗതി എന്താവും? മുരളീധരന്റെ ഒരു എനിക്ക് നല്ല വിഷമമുണ്ട്. ശുദ്ധനായ മനുഷ്യനാണ്. ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും വടകര മതിയായിരുന്നു ആലോചിക്കുന്നുണ്ടായി. പക്ഷെ പുള്ളി ആ ചലഞ്ച് ഏറ്റെടുത്തു. പുള്ളി പലപ്പോഴും പലർക്ക് വേണ്ടിയും ചലഞ്ചുകൾ ഏറ്റെടുത്തു. പക്ഷെ പുള്ളി ചലഞ്ച് ഏറ്റെടുക്കുന്നതിലുപരി പുള്ളിയെ പെടുത്തിയതാണെന്നുള്ളൊരു പക്ഷമാണ് എനിക്കുള്ളത് കേട്ടോ. കാരണം പുള്ളി ഒരു നല്ലൊരു കേപ്പബിലിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്, പുള്ളി ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. അതുപോലുള്ള ഒരു മനുഷ്യൻ നമ്മുടെ UDF-ൽ ഒതുക്കുക എന്നുള്ളത് അവരുടെ ഒരു നീക്കമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പക്ഷം എന്ന് പറയുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പ് തോൽവി തൃശ്ശൂരിൽ NDA BJP സുരേഷ് ഗോപി ജയിക്കാൻ ആരും ജയിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പ്രതിപക്ഷങ്ങളൊക്കെ നഖശികാന്തം എതിർത്തതാണ്. പെണ്ണ് കേസ് വരെ കൊണ്ടുവന്നു. ജയിക്കേണ്ടെന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിന്റെ മുഴുവൻ ക്രെഡിറ്റും മിക്കവാറും പ്രതാപന്റെ തലയിൽ വരാനുള്ള സാധ്യതയില്ല. ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യാവുന്ന ടൂൾസും യൂസ് ചെയ്യാൻ പാടില്ലാത്ത എല്ലാ ടൂൾസും കേരളത്തിലെ ഇലക്ഷനിൽ ഇത്തവണ അതിൽ നിന്ന് നമ്മൾ മീഡിയയും മനസ്സിലാക്കാനുള്ള ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ രാഷ്ട്രീയവും മനസ്സിലാക്കാനുള്ള ഒരു കാര്യമായിട്ട് ഇവിടെ ഒരു പറ്റം വോട്ടർമാരുണ്ടെന്നുള്ളത്. അവരുടെ ബൗദ്ധിക ലെവലിനെ ഒരുപാട് പരീക്ഷിച്ചു കഴിഞ്ഞാൽ അവർ പ്രതികരിക്കും. ആ പ്രതികരണം കേരളത്തിൽ വളരെ വ്യക്തമായി. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാനതിപ്പോൾ ചിന്തിച്ചേ ഉള്ളൂ. കാരണം വോട്ടർമാരുടെ ഭൗതിക ലെവലുണ്ട്, അത് നമ്മൾ പരീക്ഷിക്കാൻ പാടില്ല. സുരേഷ് ഗോപിക്കെതിരെ ഒരു പെണ്ണ് കേസ് കൊണ്ടുവന്നാലും റിപ്പോർട്ടറെ കയറി പിടിച്ചു എന്നുള്ള രീതിയിൽ അത് സത്യം പറഞ്ഞാൽ അവിടെയുള്ള സ്ത്രീ വോട്ടർമാരിൽ വലിയ ദേഷ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് മാധ്യമങ്ങൾക്കിടയിൽ തന്നെ. കാരണം ആ ദൃശ്യം കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും സുരേഷ് ഗോപി സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും കണ്ടാൽ മനസ്സിലാവും സുരേഷ് ഗോപി എത്രത്തോളം മാന്യനായിട്ടുള്ള വ്യക്തിത്വമാണ് സ്ത്രീകളുടെ അടുത്ത്. ആ സമയത്ത് തന്നെ സുരേഷ് ഗോപിക്ക് പിന്തുണയുമായിട്ട് ഒരു പറ്റം സിനിമാക്കാർ രംഗത്തെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. സുരേഷ് ഗോപി എങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറുന്നത് എന്ന രീതിയിൽ സുരേഷ് ഗോപി മനോരമയ്ക്ക് കൊടുത്ത അഭിമുഖമൊക്കെ എടുത്ത് വക്രീകരിച്ച്, അതായത് സുരേഷ് ഗോപിയുടെ മകളുടെ മരണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും എടുത്ത് അതിനെ വക്രീകരിച്ച് സുരേഷ് ഗോപി ഒരു ആഭാസനായി കാണിക്കാനായിട്ട് ഒരു വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തി. സ്ത്രീ വോട്ടർമാർക്ക് ഇത് വലിയ രീതിയിലുള്ള അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് അവരെല്ലാം കൂടെ ചെന്ന് കുത്തി സുരേഷ് ഗോപി. ഉപയോഗിക്കാവുന്ന ടൂൾസും ഉപയോഗിക്കാൻ പാടില്ലാത്ത ടൂൾസും ഈ ബുദ്ധിയും യുക്തിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ബുദ്ധി എല്ലാവരിലും ഉണ്ടാവാം. എവിടെ എങ്ങനെ എപ്പോൾ ആരോട് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതിലെ ചില പാളിച്ചകൾ പറ്റി അതിൻ്റെ പ്രതികരണം വോട്ടർമാർ വോട്ടെടുപ്പിലൂടെ പ്രകടിപ്പിച്ചു. രണ്ടാമത്തെ കാര്യം, ശോഭാ സുരേന്ദ്രൻ രണ്ടാമതാണോ മൂന്നാമതാണോ എന്ന് ഇതുവരെ തെളിഞ്ഞു വന്നിട്ടില്ല. വേണുഗോപാൽ നല്ല ലീഡ് അവിടെ ഉയർത്തിക്കഴിഞ്ഞു, മറ്റൊരു ചാൻസിനും ചാൻസ് ഇല്ല. പക്ഷേ രണ്ടാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രൻ എത്തുകയാണെങ്കിൽ എന്താണ് അവിടെ പ്രൂവ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് ഈ ഇലക്ഷൻ കേരളത്തിൽ NDAയ്ക്കുള്ള പ്രത്യേക സംഭാവനയല്ല, കേരളത്തിന്റെ ഭാവി ഇലക്ഷനുകളുടെ ഡെമോഗ്രഫി മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഇനി വരാൻ പോകുന്ന 2.5 വർഷത്തിന് ശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും സുരേഷ് ഗോപി ആരും ജയിക്കില്ല എന്ന് പറഞ്ഞ സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നു. കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുന്നു. ഏകദേശം സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൽ നിന്ന് തിരിച്ചു പോക്കില്ല. സുരേഷ് ഗോപി പറയുന്നത് പോലെ ആണെങ്കിൽ ആ വാക്കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. തൃശ്ശൂർ ഇത്തവണ എടുക്കുമെന്ന് ചോദിച്ചു. തൃശ്ശൂർ ജനങ്ങൾ തന്നാൽ എടുത്തിരിക്കും, എടുത്താൽ ഇവിടെ ഇരിക്കും.